രാഹുലിൻ്റെ മുമ്പിൽ വന്ന് കാണിക്കും, ഇത് മൃഗശീർഷം, ഇത് മാനിൻ്റെ മുദ്രയാണ്, ഇത് ഇങ്ങനെ കാണിച്ച മാനാണ്, ഇങ്ങനെ കാണിച്ച സർപ്പമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, കലയ്ക്ക് ഭാഷയില്ല, അത് കലാകാരൻ്റെ കൈയടക്കാണ്. ബോധപൂർവം കുറച്ച് പ്രാക്ടീസ് ചെയ്തു, പിന്നെ പല അത്ഭുതങ്ങളിലൂടെയും. സത്യമാണ് കേട്ടോ, അതീവ പതികാലത്ത് ഞാൻ പോയിട്ടുണ്ട്. കല്ലിൽ ജീവനില്ലാത്ത കല്ല് എന്ന് പറയുമല്ലേ, ഞാൻ പറയും ജീവനുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പഞ്ചഭൂത നിർമ്മിതമായ ജീവനുള്ളതും ഇല്ലാത്തതുമായ സർവ്വവസ്തുക്കൾക്കുമുള്ള എൻ്റെ സമർപ്പണമാണ് സൗന്ദര്യലഹരി. എനിക്ക് എന്ത് കൊടുത്തിട്ടും മതിയാവുന്നില്ല. അതായത് എൻ്റെ ശ്വാസത്തിന് എങ്ങനെ നന്ദി പറഞ്ഞിട്ടും എനിക്ക് മതിയാവുന്നില്ല എന്ന് പറയില്ല. ഞാൻ രാത്രികളിൽ കരഞ്ഞിട്ടുണ്ട്, ശ്വാസത്തിന് നന്ദി പറയണം, ശ്വാസത്തിന് നിങ്ങൾ നന്ദി പറഞ്ഞ് തുടങ്ങൂ. വേദാന്തങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അതൊരു കലയിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരിടേണ്ടി വന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? രാഹുൽ, ഒന്നാമത്തെ കാര്യം, സൗന്ദര്യലഹരി എന്ന് പറയുന്നത് വളരെ കട്ടുകട്ടിയ ഒരു സബ്ജക്റ്റാണ്. ഞാൻ പാലക്കാട് സദനം കഥകളി അക്കാദമിയിൽ കഴിഞ്ഞ വർഷം മെയ്യിൽ സൗന്ദര്യലഹരി അവതരിപ്പിച്ചു. പലപ്പോഴും പ്രകൃതി പോലും നമ്മൾ കൂടെ നിന്നിട്ടുണ്ട്. പ്രകൃതി പോലും അങ്ങനെ പറയരുത്, അത് തെറ്റിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ല. പ്രകൃതി എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് പോലും എന്ന് ഞാൻ എടുത്തു മാറ്റുന്നു. ഈ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളിപ്പോൾ മോഹിനിയാട്ടത്തിൽ എന്താ പറയുക, ഒരു സ്വാതിതിരുനാൾ പദങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. പ്രധാനമായിട്ടും മോഹിനിയാട്ടം വളരെ ലാസ്യപ്രധാനമായ ഒരു നൃത്തരൂപമാണ്. അതുകൊണ്ട് തന്നെ മോഹിനിയാട്ടത്തിൽ നമ്മൾ ഒരു സ്വാതിയുടെ കൃതി അവതരിപ്പിക്കുകയാണെന്ന് കരുതുക. അതുപോലെ എളുപ്പമല്ല, അതും എളുപ്പമെന്നല്ല, എന്നാൽ അതുപോലെയല്ല ഇങ്ങനെയുള്ള കാര്യം വ്യാഖ്യാനിക്കുമ്പോൾ. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പ് തന്നെ ഉണ്ട്. ഇപ്പം ഒരു സൃഷ്ടി നടക്കുന്നു, സൃഷ്ടി പ്രക്രിയയാണ് ആദ്യം കാണിക്കുന്നതെങ്കിൽ ഒരു മിന്നാമിനിങ്ങിനെ കാണിക്കുന്നു, മിന്നാമിനിങ്ങിയുടെ സൃഷ്ടി. അതൊരിക്കലും ചിട്ടയിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക്, അത് മനോധർമ്മത്തിൽ ചെയ്യണം. കാണുന്നവർ എല്ലാവർക്കും മനസ്സിലാവണം. ഇപ്പോൾ രാഹുൽ ഒരു മോഹിനിയാട്ടത്തിൻ്റെ മുദ്ര പഠിച്ച ഒരാളല്ല. രാഹുൽ മാത്രമാണോ മോഹിനിയാട്ടം ആസ്വദിക്കേണ്ടത്? അല്ലെങ്കിൽ പഠിച്ചവർ മാത്രമാണോ? രാഹുലിനെ പോലെയുള്ളവരും എല്ലാ ഭാഷക്കാരും എല്ലാ മതക്കാരും എല്ലാവരും ആസ്വദിക്കണം. അത് ആർട്ടിസ്റ്റിൻ്റെ മിടുക്കാണ്, അവരുടെ കൈയടക്കാണ്. എങ്ങനെ നമ്മൾ അത് വ്യാഖ്യാനിക്കണം, അത് ഒരിക്കലും നമുക്ക് ഒരു ബൈ ഹാർട്ട് സ്റ്റഡി ചെയ്തിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ എന്ന് പ്ലാൻ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ അവിടെ വേദിയിൽ വരുന്നത് മറ്റൊന്നായിരിക്കും. അത് നമ്മളായിട്ട് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല, ഞാനാണത് ചെയ്യുന്നതെന്ന് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല. അത് മിക്ക ആർട്ടിസ്റ്റുകളും പറയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് സൗന്ദര്യലഹരിയിലേക്ക് വന്നപ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ കുറേ മുദ്രകൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു രീതിയുണ്ട്, ഓരോ മുദ്രയും എന്തിനാണെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നൊരു രീതിയുണ്ട്. ഇപ്പം ഞാൻ രാഹുലിൻ്റെ മുമ്പിൽ വന്ന് കാണിക്കും, ഇത് മൃഗശീർഷം, ഇത് മാനിൻ്റെ മുദ്രയാണ്, ഇത് ഇങ്ങനെ കാണിച്ച മാനാണ്, ഇങ്ങനെ കാണിച്ച സർപ്പമാണ്, ഇങ്ങനെ കാണിച്ചാൽ നമ്മുടെ ചുണ്ടാണ്, അങ്ങനെ പറഞ്ഞ് വീണ്ടും അത് അവതരിപ്പിക്കുന്നൊരു രീതിയുണ്ട്. എനിക്കതിനോട് താല്പര്യമില്ല. എനിക്കെപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, കലയ്ക്ക് ഭാഷയില്ല, അത് കലാകാരൻ്റെ കൈയടക്കാണ്. അല്ലേ? ഞാൻ വ്യാഖ്യാനിക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ രാഹുൽ വ്യാഖ്യാനിക്കുക. കാണുന്നവന് ചിലപ്പോൾ ഞാൻ വ്യാഖ്യാനിക്കുന്നത് എളുപ്പം മനസ്സിലായാൽ അത് എൻ്റെ കൈയടക്കം, എൻ്റെ മിടുക്ക്. ആ മിടുക്കാണല്ലോ നമ്മൾ വ്യത്യസ്തരാക്കുന്നത്. അല്ലേ? ആ ഒരു കാര്യത്തിന് എങ്ങനെ അവർ കൊണ്ടുപോകുന്നു എന്നുള്ളത്, അവിടെയാണ് ചലഞ്ച് ഉള്ളത്. അപ്പോൾ നമുക്കവിടെ നമ്മൾ പഠിച്ചതിൻ്റെ ഒക്കെ അപ്പുറം കിടക്കേണ്ടി വരും ചിലപ്പോൾ. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രാണിക് ഹീലിംഗ് പഠിച്ചതിന് ശേഷമാണ് എൻ്റെ ചലനത്തിന് ഇത്രയും പതികാലത്തിലെത്തുകയും അങ്ങനെ ചലനം സ്ലോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്വാസവും പതികാലത്തിൽ വരും, വളരെ താഴും ചിലപ്പോൾ ചലനം. ആദ്യം ഞാനത് ബോധപൂർവം കുറച്ച് പ്രാക്ടീസ് ചെയ്തു, പിന്നെ പല അത്ഭുതങ്ങളിലൂടെയും. സത്യമാണ് കേട്ടോ, അതീവ
പതികാലത്ത് ഞാൻ പോയിട്ടുണ്ട്. ശ്വാസം എത്രയോ സമയം ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പം രാഹുൽ എന്നോട് ചോദിക്കുന്ന അതുപോലെ ഒന്ന് ശ്വാസം ബാലൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, സത്യമായിട്ടും സാധിക്കില്ല. അയ്യോ, ഞാൻ കുറച്ച് സമയമൊക്കെ ഹോൾഡ് ചെയ്യുമായിരിക്കും, അതിനപ്പുറത്ത് എനിക്ക് സാധിക്കില്ല. എന്നാൽ നൃത്തം ചെയ്യുമ്പോൾ അത് സാധിക്കുന്നു, സഹജമായി സാധിക്കുന്നു, പ്ലാൻഡ് അല്ലാതെ. അതാണ് എൻ്റെ മോഹിനിയാട്ടം ഞാൻ കുട്ടികളിലേക്ക് കൊടുക്കുന്നതും ഞാൻ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും. അതാണ് നൃത്തത്തിൻ്റെ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഈ ലാസ്യം ഭാവം നിറഞ്ഞു നിൽക്കുന്ന, ലാസ്യം എന്ന ഒരിക്കലും സ്ത്രൈണത എന്ന് കണക്കൂട്ടരുത് കേട്ടോ. സ്ത്രൈണത വേറെ തന്നെയാണ്. സ്ത്രൈണത ഒരു നമ്മുടെ അസ്തിത്വമാണ്, ഒരു സ്ത്രീയുടെ അസ്തിത്വമാണത്. ലാസ്യം എന്ന് പറയുന്ന ചലനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവമാണ് ലാസ്യം. എന്താണ് ഒരു ഉദാഹരണം പറയാൻ? നമ്മുടെ ലാലേട്ടൻ വളരെ ലാസ്യത്തിനാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നടത്തം വളരെ ലാസ്യത്തിലാണ്. ആനയുടെ നടത്തം, മയിലിൻ്റെ ചലനം, കാറ്റാടി മരങ്ങളുടെ ചലനം, നെൽക്കതിരുകളുടെ ചലനം, ഇപ്പം ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലാസ്യം. അത് ഭാവമാണ്, ചലനത്തിൻ്റെ ഭാവം. വളരെ പതിയാണെങ്കിലും വളരെ ഭംഗിയായി നടക്കുക. എല്ലാത്തിലും ഉണ്ട് ലാസ്യം. ഇരിക്കുന്ന ആളിലും നിങ്ങളിലും എല്ലാം ഉണ്ട്. അത് ആ ഭാവത്തിന് ഓരോ അടവുകളിലും ഞാൻ 360 കൊണ്ടുവന്നു, വട്ടത്തിൽ കൊണ്ടുവന്നു. മോഹിനിയാട്ടത്തിന് അടവുകൾ ചിട്ടപ്പെടുത്തിയ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയുടെ മകൾ എൻ്റെ ഗുരുനാഥ കലാവിജയൻ ടീച്ചറിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ സൗന്ദര്യലഹരിയുടെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ടീച്ചറിൻ്റെ ശൈലി എന്ന ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് അടവ് ക്ലാസ് ഞാൻ പഠിച്ചിട്ടില്ല. സൗന്ദര്യലഹരിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതിലുമായി ബന്ധപ്പെട്ടുള്ള മുദ്രകൾ പുതിയ മുദ്രകൾ ഉണ്ടാക്കാൻ വേണ്ടിയും ചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഞങ്ങളെന്നും നിരന്തരം ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ബൃഹത്തായ ഒരു യാത്ര, ഇതിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഞാൻ കുറേ കൂടി പഠിച്ചു. എല്ലാ ചലനവും 360 കൊണ്ടുവരാൻ പഠിച്ചു. 360 എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു അടവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അംഗ ഉപാംഗ പ്രത്യംഗങ്ങൾ ഏകോപിച്ച് ഒരു ബിന്ദുവിലെത്തി. ഒപ്പം നമ്മൾ പറയും മനസ്സ് എപ്പോഴാണ് ഇതിൻ്റെ ഭാഗമാവണേ? അതെ, എപ്പോഴും ചോദിക്കല്ലേ, മനസ്സ് എന്ന് എന്താണ്? മനസ്സാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. എങ്ങനെ ആവണു? യഥോ ഹസ്ത തഥോ ദൃഷ്ടി. എവിടെ കൈയെത്തുന്നു അവിടെ കണ്ണെത്തുന്നു. തഥോ ദൃഷ്ടി തഥോ മന, തഥോ മന തഥോ ഭാവ, തഥോ ഭാവ തഥോ രസ. ഈ രസ എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് നമ്മുടെ ട്രാൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഒരു ഉപാസകന് എന്താണോ അവിടെ കിട്ടണേ, ആ നർത്തകി ആ രസയിൽ കയറുമ്പോഴാണ് നമ്മൾ പരമാനന്ദം എന്നൊക്കെ എന്ത് വേണമെങ്കിലും അതിന് പറയാം. ആ രസത്തിലെത്താനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗമാണ് എന്ന ഏറ്റവും ശക്തമായ മാർഗം. അതായത് നമ്മൾ ആ അൾട്ടിമേറ്റ് കോൺഷ്യസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഉപാസകൻ എത്തുന്നത് പോലെ ഒരു നർത്തകി പെട്ടെന്ന് എത്തുന്നു. പറയാൻ പറ്റില്ല. അത് കാലങ്ങളോളുള്ള സാധനയുണ്ട്. കണ്ണ് കൈയുടെ ഒപ്പം ചലിച്ച് മനസ്സ് ആക്റ്റീവ് ആവുന്നു, ഭാവം വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വഴി പറഞ്ഞില്ലേ, അവസാനമാണ് രസയിലേക്ക് നമ്മൾ കയറുന്നത്. രസ എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അക്കാഡമിക്കലി ഈ സാധനത്തിനെ നമുക്ക് പഠിപ്പിക്കാനേ പറ്റില്ല. ഒരു ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ചെയ്യാം, കുറേ പ്രാക്ടീസിന് വേണ്ട കാര്യങ്ങൾ എടുക്കാം. എത്തേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് എത്തണം. നൃത്തം ചെയ്യുമ്പോൾ പെരുവിരൽ മുതൽ മുടി വരെയും, അതായത് മൊത്തം മുഴുവനായും നമ്മൾ താളത്തിനൊത്ത് പോവുകയാണ്. എല്ലാം ശരീരത്തിൽ എല്ലാ കോശങ്ങളും ആക്റ്റീവ് ചെയ്യപ്പെടുകയാണ്. അത് വേറെ ഏത് ഉപാസനയിലാണുള്ളത്? നൃത്തത്തിലല്ലാതെ. ഓരോ ഭാഗവും കൈ മാത്രമല്ലല്ലോ, ഒരേ സമയം കൈയും കാലും കണ്ണും പാട്ട് കേൾക്കുന്നു, താളം മനസ്സിലാക്കുന്നു, സാഹിത്യം മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് താളത്തിനനുസരിച്ച് കാലുകൾ ചലിക്കുന്നു, സാഹിത്യത്തിനനുസരിച്ച് ഭാവങ്ങൾ വരുന്നു. ഇതൊക്കെ ഒരുമിച്ച് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഒരു ആർട്ടല്ല, വേറെ ഒരു പ്രവൃത്തിയും ഇല്ല. സ്പോർട്സ്മാൻ
അവിടെ അവിടെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ ആളുകൾ പറയും അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഇതൊരിക്കലും ഒരു ചലഞ്ചോ ഞാനൊരു നർത്തകിയായോണ്ട് പറയണമല്ല, ഇതാണ് സത്യം. എന്നെ ഇതിലേക്ക് എത്തിച്ചത് എൻ്റെ ഉപാസന നൃത്തമാണ്. ഈ 360 എല്ലാത്തിനെയും ഞാൻ കൊണ്ടുവന്നു. ആരോടും ചോദിച്ചിട്ട് കൊണ്ടുവന്നൊന്നല്ല കേട്ടോ. ആ ചിട്ട ഞാൻ അടവുകളെല്ലാം അത് തന്നെയാണ്. അതിൽ ഞാൻ കൊടുത്ത മാറ്റാണ് പറയുന്നത്. ഈ 360 പതികാലത്തിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഒരു മാജിക് സംഭവിക്കുന്നു. ചലനം സ്ലോ ആകുമ്പോൾ ശ്വാസം സ്ലോ ആവുന്നു, നമ്മുടെ ഈ പറയണ നമ്മൾ തിളങ്ങുന്നു, നമ്മുടെ ഓറ എന്ത് വേണമെങ്കിൽ വിളിക്കുക അതിനെ. ഡെഫിനറ്റ്ലി അത് ഒരു 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 വലയത്തിലാവുന്നു, നമുക്ക് സെൻസ് ചെയ്യാതെ. അല്ലാതെ ഞാനൊരു മറ്റു രീതിയിലുള്ളൊരു ഉപാസകയല്ല. എനിക്ക് വാതിൽ തുറന്നു തന്നതും അത് തന്നെയാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇന്ന് എനിക്ക് ഇപ്പം എന്താ പറയുക, എനിക്ക് ഇന്നേതറിയണം. ഞാൻ എന്നോട് തന്നെയാണ് ചോദിക്കുക, വേറെ ആരോടും ചോദിക്കില്ല. സംശയം ടീച്ചറോട് ചോദിക്കും, എന്താണ് മണ്ണ്, ഇങ്ങനെ മണ്ണ് എവിടെ നിന്നൊക്കെ വന്നു, ഭൂമിയിൽ ഈ കാണുന്ന മണ്ണ് എവിടെ നിന്ന് വന്നു, കല്ലുകളാണല്ലോ കൂട്ടിയിടിച്ചു എന്ന് നമ്മൾ പഠിച്ചതും, മണ്ണ് എവിടെ നിന്ന് വന്നു. എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. വെള്ളം എവിടെ നിന്ന് വന്നു, ഉത്തരം തന്നിട്ടുണ്ട്. അണ്ഡവും ബീജവും യോജിച്ച് ജീവൻ ഉണ്ടാവുന്നു. ഇതും ഞാൻ ആദ്യത്തെ ശ്ലോകവുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അണ്ഡം എന്ന് പറയുന്നത് അവിടെ കിടക്കുകയാണ്, ബീജം ഇങ്ങോട്ടേക്ക് വരണം അല്ലേ. എന്നാൽ ബീജത്തിന് ചലിക്കണമെങ്കിൽ പോലും ശക്തി വേണം. അതെ, ചലിച്ചില്ലെങ്കിൽ ബീജം അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരില്ല, സൃഷ്ടി ഉണ്ടാവില്ല. അവിടെയും ചലിച്ചതും ഇവൾ തന്നെ. വ്യാഖ്യാനിക്കുന്ന സൗന്ദര്യലഹരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയും. വിഷയം എവിടെ നോക്കിക്കഴിഞ്ഞാലും ചലനം, ചലിച്ചതെല്ലാം അവൾ തന്നെ, അവൾക്ക് വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്. ആ അവൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരിലും ഉണ്ട്. എല്ലാ ജീവനിലും ജീവനില്ലാത്തതിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെൻറ്റർ ഓഫ് മാസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു കല്ലിൽ ജീവനില്ലാത്ത കല്ല് എന്ന് പറയുമല്ലേ. ഞാൻ പറയും ജീവനുണ്ട്. കല്ലായിരുന്നില്ലേ നമ്മുടെ ഭൂമി അല്ലേ. നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ ഭൂമി കല്ലായിരുന്നു എന്ന് പറയണം. നമ്മൾ ആ കൂട്ടിയിടിയും ഒക്കെ മുമ്പ് തുടക്കമാണ് പറയുന്നത് അല്ലേ. തുടക്കം, ഭൂമിയുടെ തുടക്കം. എല്ലാം ഒരു നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കും. കല്ലാണ്. ആ കല്ലുകളല്ലേ കോടാനുകോടി വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത സൃഷ്ടിക്ക് ഇത്രയും എന്തൊക്കെയാണ് ഭൂമിയിലുള്ളത്. ചെറിയ ജീവൻ, ചെറിയ കാര്യങ്ങളാണ് ഉള്ളത് അല്ല. അപ്പോൾ അതിന് ജീവൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു, നമ്മൾ വെള്ളം, ഭൂമിയിലുള്ള വെള്ളം സൂര്യനേക്കാൾ മുമ്പുള്ളതാണെന്നൊക്കെ ഇപ്പോൾ പറയണു. സൂര്യൻ്റെ സൃഷ്ടിക്ക് മുമ്പേ ഭൂമിയിലുള്ള വെള്ളം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? ഒരുപാട് യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. ഭൂമിയിലുള്ള ജലത്തിന് സൂര്യനേക്കാൾ കൂടുതൽ ആയുസ്സുണ്ട്, പ്രായമുണ്ട്, ആയുസ് എന്നല്ല സോറി, പ്രായമുണ്ട് എന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ എല്ലാത്തിനും കൃത്യമായി എവിടെയോ ഇരുന്നു കൊണ്ട്, എന്നാൽ ഇരിക്കുന്ന ആ ഒരു നമ്മുടെ കേന്ദ്രം എല്ലാ ജീവജാലങ്ങളെയും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് വരുമ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ പല ആളുകളെയും സൗന്ദര്യലഹരി ഇത്രയും ഡീറ്റെയിൽ ആയി ചെയ്യുന്നു എന്നറിഞ്ഞു. ഇപ്പോൾ സൗന്ദര്യലഹരി തന്നെ ഒരു നിഗൂഢമായിട്ടാണ് പലരും കണക്കാക്കുന്നത്. അതിലെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് വരുന്നുണ്ടോ, ആ ഒരു നിഗൂഢത? അത് ചോദിച്ചാൽ നിഗൂഢത വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്. അത് എൻ്റെ ഒരു പോയിന്റിൽ ഞാൻ ഒരു ശ്ലോകയിൽ അത് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങളൊന്നും ഞാൻ പറയാൻ ഇവിടെ, അതങ്ങനെ ആ കാര്യം അതുപോലെ നിൽക്കട്ടെ. അത് എൻ്റെ ശ്വാസം, ജീവൻ, എന്തോ ആയിക്കോട്ടെ, അതാണ് ഈശ്വരൻ അല്ലേ. ശ്വാസമല്ലേ ഈശ്വരൻ. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഈ നിമിഷം ശ്വാസം നിൽക്കുകയാണ്, ഞാൻ എന്തായി? ശവമായി അല്ലേ. അപ്പം എൻ്റെ ശ്വാസത്തിനും അസ്തിത്വത്തിനും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പഞ്ചഭൂത നിർമ്മിതമായ ജീവനുള്ളതും ഇല്ലാത്തതുമായ
സർവ്വ വസ്തുക്കൾക്കുമുള്ള എൻ്റെ സമർപ്പണമാണ് സൗന്ദര്യലഹരി. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എൻ്റെ ആത്മാന്വേഷണമാണ് അത്. ഇങ്ങനെ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഈ ഭൂമി ഋതുമതിയാവുന്നത് ചെയ്തില്ല, ഈ റെക്കോർഡിങ്ങിലാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന സംഗീത ശാഖകൾ ഹിന്ദുസ്ഥാനി രാഗാസ് എടുത്തിട്ടുണ്ട്, ഹിന്ദുസ്ഥാനിയിൽ ആലാപമുണ്ട്, കർണാട്ടിക്കുണ്ട്, സോപാന സംഗീതമുണ്ട്. എല്ലാ സംഗീത ശാഖകളുടെയും ഒരു സമന്വയമുണ്ട്. ഏറ്റവും മികച്ച കലാകാരന്മാർ ഇതിൽ പക്കമേളം, പക്കത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ചെണ്ട പത്മശ്രീ ശങ്കരൻകുട്ടിമാരാണ് ചെയ്യുന്നത്, വീണ സൗന്ദർരാജ്, അങ്ങനെ പാടിയിരിക്കുന്നത് സംഗീത് MT. അങ്ങനെ ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ട്. മുമ്പും തുടക്കം മുതൽ ഒരുപാട് പേര് വന്നു. റെക്കോർഡിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. വലിയൊരു, പക്ഷേ ഈ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ സംസാരിച്ച ആളുകൾക്കൊന്നും തന്നെ ഇതിൻ്റെ അവർക്ക് കാണാൻ സാധിക്കുന്ന ദേവതയെക്കുറിച്ചുള്ള വർണ്ണന, സുന്ദരി ദേവിയെ വർണ്ണിക്കുകയാണ്, ദേവിയെക്കുറിച്ച് പറയുകയാണ്. ശരിയാണ്, ദേവിയെക്കുറിച്ച് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലേ. അതെ, ഇപ്പോൾ നമ്മൾ തന്നെ നേരത്തെ സംസാരിച്ചു വന്നപ്പോൾ അവളിൽ വന്ന് നിന്നു, അവളാണ് ഇതിനെല്ലാം. അതിനകത്ത് വരുന്ന ചോദ്യമാണ് ആരാണ് അവൾ. എല്ലാവരും, എല്ലാ സ്ത്രീയിലും ഉണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല എന്നേ ഉള്ളൂ. എന്നിലുള്ളതെല്ലാം ആ ചേച്ചിയിൽ ഇരിക്കുന്ന ചേച്ചിയിലും ഉണ്ട്, എല്ലാ സ്ത്രീകളിലും ഉണ്ട്. എനിക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. ഞാൻ ആരാധിക്കുന്നത് എന്നെ തന്നെയാണ്, സത്യമായിട്ടാണ് പറയുന്നത്. എനിക്ക് വേറെ ഒരു മുഖവും ഇന്ന് വരെ വന്നിട്ടില്ല. ആദ്യം അതെനിക്ക് കൺഫ്യൂഷനായിരുന്നു. ഏത് ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ കണ്ണടച്ചാലോ ഇരിക്കണത് ഞാനാണ്. കണ്ണടച്ചാൽ അപ്പോൾ എനിക്ക് എൻ്റെ മുഖമാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇതെന്താണിത്, ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമോ? ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു, ഇങ്ങനെയാണോ? അതേപോലെ തന്നെ ചില സമയത്ത് വളരെ 3 രൂപമായിട്ടൊക്കെ തന്നെ ഞാൻ കാണും. ഇതൊരു വട്ടായിട്ട് പറയല്ലോ കേട്ടോ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കണ്ണടച്ചാൽ ഇന്ന് വരെ എനിക്കൊരു ദൈവതയുടെയും മുഖം ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മുഖമല്ലാതെ. ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിയാനുള്ളതായിരിക്കാം. അവനവൻ തന്നെയാണ് തത്വമസി എന്നൊക്കെ പറയണത്, അത് തന്നെയല്ലേ. ഏത് അമ്പലത്തിൽ പോയാലും ആ മൂർത്തിയെ അങ്ങേയറ്റം ബഹുമാനിക്കും. ആ ഇരിക്കുന്ന പ്രാണപ്രതിഷ്ഠ കൊടുത്ത ആ വ്യക്തിയോടുള്ള എല്ലാം അങ്ങേയറ്റം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയും ഡൗൺ ടു എർത്ത് ആയിട്ടും ഞാൻ ഓരോ ക്ഷേത്രങ്ങളിലും കാലെടുത്ത് വെക്കുമ്പോഴും അവിടെയുള്ള എല്ലാ മൂർത്തികളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളെപ്പോലത്തെ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾ സ്വീകരിക്കാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ വന്നിട്ടുണ്ട് ഈ സൗന്ദര്യലഹരിയുടെ യാത്രയിൽ. ഒരനുഭവം എന്നല്ല രാഹുൽ, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ആരാണ് ഞാൻ അവിടെ പോകുന്നത് പറഞ്ഞത്. ഞാൻ വളരെ ചെറിയ പൊട്ട് വെക്കുന്ന ഒരാളാണ്. കൊടുങ്ങല്ലൂരിൽ ഈ അടുത്ത് ഞാൻ പോയി. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായി. ആരോ അവരോട് പറഞ്ഞു സൗന്ദര്യലഹരി ചെയ്ത ആളാണ്. അതിലൊരാൾ, അയാളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതൊന്ന് വെക്കുമോ നെറ്റിയില്ലെന്ന് ചോദിച്ചൊരു കുങ്കുമം കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞു വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ കുങ്കുമം വെച്ചു. എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊന്ന് കാണണമായിരുന്നു, വലിയൊരു കുങ്കുമം നെറ്റിയിൽ വെച്ചിട്ട് നിങ്ങളെ എനിക്കൊന്ന് കാണണമായിരുന്നു. അവരുടെ ഒരു അവരുടെ ചിന്ത, അവരുടെ ചുറ്റുപാട്, അവർ വളർന്നു വന്ന സാഹചര്യം എല്ലാം വെച്ചിട്ടാണല്ലോ ഓരോരുത്തർക്ക് ദൈവിക സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്. എന്നെ ഒന്നിനും എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ ആശയം മാറിയത്. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നിയാത്ത ഞാൻ പറഞ്ഞതുപോലെ ഇതല്ല, ഇവിടെയല്ല ദൈവം, ഇതല്ല ദൈവം. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞിരിക്കണ ഇത് ഇന്ന് തോന്നിയല്ല, വളരെ കുട്ടിയായിരുന്നപ്പോൾ തോന്നിയത്. ആരും പഠിപ്പിച്ചതും അല്ല കേട്ടോ, ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു മതഗ്രന്ഥവും ഞാൻ വായിച്ചിട്ടില്ല. മഹാഭാരതം വായിച്ചിട്ടുണ്ട് വളരെ കുട്ടിയായിരുന്ന സമയത്ത്. അത് ഇഷ്ടം കൊണ്ട് വായിക്കുന്നേ. കൃഷ്ണനെ അറിയാൻ, കൃഷ്ണൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ അറിയാൻ, എന്താണ് എന്തൊക്കെ ലീലകൾ കാണിച്ചിട്ടുണ്ട് അതറിയാൻ വായിച്ചതാണ്.
അല്ലാതെ വേറെ ഒരു. പിന്നീട് വളർന്നപ്പോഴാണ് വായനകൾ തുടങ്ങിയത്. അപ്പം ആ വായനയല്ല എന്നെ ആ തോന്നലുണ്ടാക്കിയതെന്ന് എനിക്കറിയാം. ആ അന്വേഷണം എനിക്ക് എന്ത് കൊടുത്തിട്ടും മതിയാവുന്നില്ല. അതായത് എൻ്റെ ശ്വാസത്തിന് എങ്ങനെ നന്ദി പറഞ്ഞിട്ടും എനിക്ക് മതിയാവുന്നില്ല എന്ന് പറയില്ല. ഞാൻ രാത്രികളിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല രാഹുൽ. സൗന്ദര്യലഹരി ചെയ്തു തുടങ്ങിയ കാലത്ത് എൻ്റെ ശ്വാസത്തിന് എങ്ങനെ ഞാൻ നന്ദി പറയും? എൻ്റെ കുട്ടികളോടെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്, ശ്വാസത്തിന് നന്ദി പറയണം. ശ്വാസത്തിന് നിങ്ങൾ നന്ദി പറഞ്ഞ് തുടങ്ങൂ. ഞാൻ മഹാവതാർ ബാബാജിയുടെ ഫോളോവറാണ്. എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു എന്താ പറയുക, ഇത്രയും ആഴത്തിൽ എന്നെ ആകർഷിച്ച ഒരു വ്യക്തി. എങ്ങനെയായിരുന്നു അതെനിക്കറിയില്ല. ആ യാത്രയും അവിചാരിതമായി ഒരു പഴനി യാത്രയിൽ മോൻ കുട്ടിയായിരുന്ന സമയത്ത് പഴനി മലയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, അപ്പോൾ ഈ ബാബയെ പറ്റി ഞാൻ യോഗിയുടെ ആത്മകഥ എന്ന ടെക്സ്റ്റിൽ ഒരു പേജിൽ 1-2 പേജിലാണ് തോന്നുന്നു ബാബാജി എന്നുള്ളതുണ്ട്. ഒരു മിഡിൽ പോർഷനിൽ അങ്ങനെയാണ് ആ ബുക്കിലുള്ളത്. അപ്പം ഞാൻ പ്രാണി ഹീലിംഗ് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്ന് പറയായിരുന്നു അദ്ദേഹം, ഞാൻ മാത്രമായിരുന്നു അവിടെ പ്രായം കുറഞ്ഞൊരു വ്യക്തി, ബാക്കി എല്ലാവരും നല്ല പ്രായമുള്ളവരാണ്. ഞാനൊരു യെല്ലോ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ പോയപ്പോൾ ബാക്കി എല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കും. എന്നെ കണ്ടപ്പോൾ എല്ലാവരും ഒരു പുച്ഛഭാവത്തിലൊരു ചിരി. ഞങ്ങളൊക്കെ ഇങ്ങനെ വളരെ ആഴത്തിൽ മെഡിറ്റേഷനിൽ ഇരിക്കാം. ഇതെന്താണ് ഈ കുട്ടി ഇങ്ങനെ വന്നത്? എനിക്ക് അറിയില്ലായിരുന്നേ ഒന്നാമത് എങ്ങനെ ഒരു യൂണിഫോമൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവരൊക്കെ ചിരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മാസ്റ്റർ, ഞങ്ങളിത് പഠിപ്പിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾക്കൊന്നും അറിയില്ല, അവരെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. ഹീലിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞ് പോകുന്ന ദിവസം അദ്ദേഹമാണ് എനിക്ക് ഈ ടെക്സ്റ്റ് തരുന്നത്, ഇത് വായിക്കണമെന്ന് പറഞ്ഞു. ബാബാജി നിങ്ങളെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വലയത്തിലാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. അന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യമായിട്ടോ. പക്ഷേ ആ ടെക്സ്റ്റ് കിട്ടി. അന്ന് ഞാൻ BSNL ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്, ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ പ്രായം, മോൻ ചെറുത്, ഒരുപാട് പ്രശ്നങ്ങൾ, ഡിവോഴ്സ് കേസ് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ BSNLിലേക്ക് പോകുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ചു എന്നെ. ഇടിക്കാന്ന് പറഞ്ഞാൽ വണ്ടി നല്ല സ്ട്രോങ്ങിലാണ് ഇടിച്ചത്. സാധാരണ ഒരു വണ്ടി ഇടിച്ചാൽ നമ്മൾ വണ്ടിക്ക് ഓപ്പോസിറ്റ് അല്ലേ തെറിക്കുക. ഞാൻ വണ്ടിയുടെ മേലെ തന്നെ പോയിട്ടാണ് വീണത്. പക്ഷേ ആ ഷോക്കിൽ എനിക്ക് ചമ്മലും ഒന്നും ആയില്ല, ഒന്നും പറ്റിയില്ല. വണ്ടി ഇടിച്ചു, ഇടി ഭയങ്കരമായിരുന്നു, പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്നു, ആ വണ്ടി പിന്നെ പിറകെ വരുന്നു. ഞങ്ങളുടെ BSNL തന്നെയുള്ള ഒരു മാഡത്തിൻ്റെ വണ്ടിയായിരുന്നു അത്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, കയറും മോളെ, വണ്ടി കയറും. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കരയണ എന്തിനാണെന്നറിയോ, എനിക്ക് വണ്ടി ഇടിച്ചതിനല്ല. ഞാനില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്കാണ്, അവന് വേറെ ആരും ഇല്ല. അതാണ് എൻ്റെ കരച്ചിലിൻ്റെ കാരണം. ഞാൻ എപ്പോഴും ചോദ്യവും ഉത്തരവും എല്ലാം ആകാശം നോക്കിയിട്ടാണ്. എന്നോടിത് വേണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഓഫീസിലെത്തി ബാത്റൂമിൽ പോയിട്ട് വണ്ടി ഇടിച്ച സ്ഥലത്തൊക്കെ പോയി നോക്കി, ഒന്നുമില്ല, ഒരു മുറിവും ഒന്നുമില്ല. അപ്പോൾ ഈ മാഡത്തിന് ഭയങ്കര നിർബന്ധം, മോള് വരണം, എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഹോസ്പിറ്റലിൽ പോയപ്പോഴും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഭയങ്കര പാനിക്കായി, കരയാൻ തുടങ്ങി. വീട്ടിലെത്തി അന്നാണ് ആ ടെക്സ്റ്റ് തുറക്കുന്നത്. അതുവരെ തുറന്നിട്ടില്ല, വെറുതെ അവിടെ വെച്ചിട്ടേ ഉള്ളൂ. എല്ലാം ഉണ്ട്, ബൈബിളും എല്ലാം വയ്ക്കേണ്ട സമയത്ത് ഇത് ഫസ്റ്റ് വിശ്വസിക്കില്ല രാഹുൽ, ഞാനിത് തുറന്ന ഫസ്റ്റ് പേജ് ബാബാജി.